കർത്താവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ, എൻ വാഴ്വിൻ ജീവജലം നീയേ. നമുക്ക് അവനോട് ചോദ്യമൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ഇതെന്താ, ഇതെന്നാ ഞങ്ങളൊന്നും അറിയാൻ വയ്യാതെ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നീ എന്താ ഇതൊന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ്റെ കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് അവൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ തയ്യാറാകുന്നു. അപ്പോൾ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ നമ്മളെ ഒരു ദാസന്മാർക്കപ്പുറത്ത് കണക്കാക്കുന്നു. അതവൻ്റെ കൃപയാണ്. നമുക്ക് ദാസന്മാർ പോലും ആകാനുള്ള യോഗ്യത ഇല്ലാത്തവരാണ്. അത് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അകത്ത് കയറിയാലും ഓർത്തോണം ഇതിനൊന്നും ഉള്ള യോഗ്യത നമുക്ക് ഇല്ലെന്ന്. അത് നമ്മൾ ഓർത്തോണം. ഞാൻ തൂർത്തുപുത്രൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ, അവൻ ചെന്ന് പറയുന്നത്, ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യൻ അല്ല. കൂലിക്കാരനെന്ന് വിളിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ അവൻ ആരല്ല, യോഗ്യനല്ല. അവനെ കൂലിക്കാരനാക്കിയാൽ പോലും അതുപോലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ കരുണയാണ്. കൂലിക്കാരനാക്കിയാലും എന്നെ നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമേ എന്നാണ് അവൻ പറയുന്നത്. അതും അപ്പൻ കനിഞ്ഞാൽ മാത്രമേ അവൻ ആരാകാൻ പറ്റുള്ളൂ, ഒരു കൂലിക്കാരനെങ്കിലും ആകാൻ പറ്റുള്ളൂ. അത്രയുമൊക്കെ യോഗ്യതയെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ദൈവവുമായുള്ള ബന്ധത്തിലുള്ളൂ. അത്രയും തന്നെ ഇല്ലെന്ന് പറയാം. മാക്സിമം നമുക്ക് ചെന്ന് പറയാം, എന്താ, എന്നെ നിൻ്റെ ഒരു കൂലിക്കാരനെ പോലെ ഒന്ന് കണക്കാക്കണം എന്ന് പറയാം. അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സ്വീകരിച്ച അപ്പൻ അവനെ കൂലിക്കാരനായിട്ടല്ല സ്വീകരിച്ചത്, ആരായിട്ടാണ്? മകനായിട്ടാണ്. അത് അവൻ്റെ മഹാകരുണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അകത്ത് കയറിക്കഴിയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് മകനാകാനുള്ള യോഗ്യത നിനക്കുണ്ടായിരുന്നെന്ന്. എപ്പോഴും നിന്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ചതിൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദാറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്. മാസ്റ്റർ പ്ലാൻ അവൻ നമ്മളെ കാണിച്ചു. ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. ചാപ്റ്റർ 15 ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. എന്തുകൊണ്ട് വിളിക്കുന്നില്ല? യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസന്മാർ അറിയുന്നില്ല. അന്നത്തെ അടിമകളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം യജമാനൻ്റെ മനസ്സിലിരിപ്പൊന്നും ദാസന്മാരെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ കർത്താവ് പറയാണ്, എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസന്മാരല്ല, നിങ്ങൾ ആരാണ്? എൻ്റെ സ്നേഹിതന്മാരാണ്. യു ആർ മൈ ഫ്രണ്ട്സ്. നമുക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിതന്മാരെ പോലെയാണ് കണക്കാക്കുന്നത്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. എന്നിട്ട് ദൈവം പറയാണ്, മോനെ, ഇതാണ് എൻ്റെ പ്ലാൻ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് എൻ്റെ ലക്ഷ്യം. അവൻ്റെ ഹൃദയം അവൻ നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. ഇതിനേക്കാളും വലിയ ആത്മീക അനുഗ്രഹം എന്താ പ്രിയമുള്ളവരെ? അവൻ നമ്മളെ മുൻനിയമിച്ചു, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തത് അവൻ വീണ്ടെടുത്തത് പുത്രനായിട്ട് ദത്തെടുത്തു. എന്നിട്ട് കൊണ്ട നടന്ന് കാണിക്കുക, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ സകല പ്ലാനും അവൻ നമ്മളെ ഒന്ന് കാണിച്ചു തരികയാണ്. വി ആർ ഫ്രണ്ട്സ്. ക്വയ്ക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം, ക്വയ്ക്കേഴ്സ് ജോൺ ഫോക്സിൻ്റെ അനുയായികളാണ്. ഞാൻ അതിനെക്കുറിച്ച് കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ മറ്റും എഴുതിയിട്ടുണ്ട്. ഈ അവരെ ക്വയ്ക്കേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പ്രാർത്ഥിക്കുമ്പം വിറയ്ക്കുമായിരുന്നു. അപ്പോൾ ജോർജ് ഫോക്സിനെ അന്ന് സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ കോടതി വിസ്തരിച്ചപ്പോൾ ജോർജ് ഫോക്സ് നേരെ ജഡ്ജിയോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണമെന്ന്. അപ്പോൾ ജഡ്ജി കളിയാക്കി പറഞ്ഞതാണ്, യു ആർ ദ ക്വയ്ക്കേഴ്സ്, വിറയ്ക്കുന്നത് നിങ്ങളാണെന്ന്. അങ്ങനെയാണ് ഇവർക്ക് ക്വയ്ക്കേഴ്സ് എന്ന് പേര് കിട്ടുന്നത്. പക്ഷേ ക്വയ്ക്കേഴ്സ് അവരെ തന്നെ വിളിച്ചിരുന്നത് ക്വയ്ക്കേഴ്സ് എന്നല്ല.
അവരെ തന്നെ അവർ വിളിച്ചിരുന്നത് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നാണ്, യേശുവിൻ്റെ സ്നേഹിതരുടെ സമൂഹം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, യേശുവിൻ്റെ സ്നേഹിതരുടെ സമൂഹമോ? അത് കൊള്ളാം. ഹൗ കൻ യു സേ ദാറ്റ് യു ആർ ഫ്രണ്ട്സ് ഓഫ് ജീസസ്? നിങ്ങൾ യേശുവിൻ്റെ സ്നേഹിതരാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ അവർ പറഞ്ഞ ഉത്തരം, ബിക്കോസ് വി നോ ദ ഹാർട്ട് ഓഫ് ഗാഡ്. കാരണം ഞങ്ങൾക്ക് അവൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയാം. അതാണ് വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്. എന്ത്? ഞാൻ നിങ്ങളോട് അത് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, പ്രത്യുത ആരാണ്? എൻ്റെ സ്നേഹിതന്മാരാണ്. എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് അവിടെ നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ദൈവത്തിൻ്റെ ഇത്രയും വലിയ കരുണ. അതിന് നമുക്കെന്താ അതിന് യോഗ്യതയുള്ളത്? നമുക്ക് യാതൊരു രീതിയിലുള്ള യോഗ്യതയും ഇല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഫ്രണ്ട്ഷിപ്പ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആത്മീക അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മുന്നിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ബിക്കോസ് God has revealed his master plan to us. എങ്ങനെയാണ്? ക്വേക്കേഴ്സിനോട് ചോദിച്ചു, ഹൗ ഡു യു നോ ദ ഹാർട്ട് ഓഫ് ഗാഡ്? അവരന്ന് പറഞ്ഞത് ത്രൂ ആൻ ഇന്നർ ലൈറ്റ്. അവരുടെ ഭാഷയിലോട് പറഞ്ഞത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് കൊണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവർ പറയുന്ന കാര്യമാണ്. ഹൗ ഡു യു നോ ദ ഹാർട്ട് ഓഫ് ജീസസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിക്കോസ് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി അവൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് നമ്മൾ അറിയുന്നത്? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ. സമയമുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഹൃദയദൃഷ്ടി, നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അവന് പ്രസാദമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കാര്യം. അതായത് അവിടെ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ അത് ശബ്ദം കേട്ടിട്ടായിരിക്കണമെന്നില്ല. അവൻ്റെ വിളിയാലുള്ള 17-ാമത്തെ വാക്യത്തിൽ, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമായ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് വേണം. വെളിപ്പാടിൻ്റെയും, അതായത് ജ്ഞാനം വേണം, പക്ഷെ ജ്ഞാനം മാത്രം പോലെ എന്തുകൂടെ വേണം? വെളിപ്പാട് വേണം. ഇൻറ്റ്യൂട്ടീവായിട്ട് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് നോളജ് ഉണ്ടാകണം. ഇൻറ്റ്യൂട്ടീവ് നോളജ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ഫ്യൂഷൻ ഉണ്ടാകണം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് പറയാൻ പറ്റും. നമുക്കൊരു ഫ്യൂഷൻ അതായത് ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. അപ്പോഴാണ് അതെല്ലാം ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? ബിക്കോസ് നമുക്കുള്ള ഈ ബന്ധത്തിൻ്റെ, അതായത് കർത്താവ് പുനഃസ്ഥാപിച്ച ബന്ധത്തിൽ നിന്നാണ് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അത് ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. അതായത് ദൈവം മോളിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുകയാണ്, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് 10-ാമത്തെ വാക്യത്തിൽ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അവിടെ പോൾ പറയുന്ന ഒരു കാര്യം, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇപ്പോഴും ആർക്കും അറിയത്തില്ലെന്നാണ്.
പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പക്ഷെ അങ്ങനല്ല അവിടെ പറയുന്നത്. അവിടെ താഴെ പറയുന്നത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അതായത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാറ് കിട്ടുന്ന കാര്യമൊന്നും അല്ല അവിടെ പറയുന്നത് കേട്ടോ. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അവിടെ പറയുന്നത് ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, യേശുക്രിസ്തുവിലൂടെ എങ്ങനെ തേജസ് പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതാണ് അവിടുത്തെ വിഷയം. നിങ്ങൾ ഈ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുകയാണ്. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം എങ്ങനെ മനുഷ്യൻ്റെ തേജസ് പുനഃസ്ഥാപിക്കുവാനായി ദൈവത്തിൻ്റെ വഴി യേശുക്രിസ്തു ആണ് എന്നുള്ളത്. അതായത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് പുനഃസ്ഥാപിക്കപ്പെടുവാൻ കഴിയുള്ളൂ. അതിപ്പോൾ നമ്മൾ പഠിച്ചു. എന്നാൽ അതിനുള്ള വഴി യേശുക്രിസ്തു ആണെന്നത് ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്കൊന്നും മനസ്സിലായില്ല. അവർക്കെങ്ങനെ മനസ്സിലാകുന്നത്? അവർ നോക്കുമ്പോൾ യേശു ഒരു തച്ചൻ്റെ മകൻ, ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി, വേണ്ടത്ര വിദ്യാഭ്യാസം പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും കാണിച്ചു കൊടുക്കാനില്ലാത്ത ഒരു വ്യക്തി, അയാളിലൂടെയാണ് ദൈവം മനുഷ്യവർഗത്തിന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ് മടക്കി കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ത്? യേശുക്രിസ്തുവിലൂടെ നമുക്ക് തേജസ് മടക്കിത്തരുന്ന ആ വിവരം. അതാണ് അവിടെ പറയുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വാക്യങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ഇതിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു സ്കൂട്ടർ കിട്ടുമ്പോഴോ പറഞ്ഞ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്നൊന്നും പോയി പറഞ്ഞാലും ദൈവം അടിക്കുകയും പിടിക്കുകയൊന്നും ഇല്ല, ദൈവമല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ പറയുന്നു, പക്ഷേ ദൈവം അതൊന്നും കയറി പിടിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവം തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയിരുന്നത് യേശുക്രിസ്തുവിനെയാണെന്നുള്ളത് ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ മനസ്സിലാക്കിയില്ല. എന്നാൽ ദൈവം നമുക്ക് അത് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അവിടെയാണ് പ്രത്യേകത. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും, നമ്മിലേക്ക് ദൈവം പകർന്ന ദൈവാത്മാവ്, ആ ആത്മാവിനെ പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്കേ പറ്റുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. എനിക്കേ പറ്റുള്ളൂ. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നിലുള്ളത് എനിക്കേ മനസ്സിലാകത്തുള്ളൂ, ദൈവത്തിലുള്ളത് ദൈവത്തിനെ മനസ്സിലാകുള്ളൂ. ഇനി എന്നിലുള്ളത് ആർക്കെങ്കിലും മനസ്സിലാകണമെങ്കിൽ എൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം, എന്നാലേ എന്നിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ദൈവത്തിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനൊരു മാർഗമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ലിങ്ക് ചെയ്ത് പോകുമ്പോൾ എത്ര രസകരമായിട്ടാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തിലുള്ളത് എന്തെന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അറിവിനായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. അറിവിനായി. അല്ലെങ്കിൽ അത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നമ്മൾ പ്രാപിച്ചത് കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് പോൾ പറയുന്നത്. കഴിയത്തില്ലെന്നല്ല, കഴിയും, ഇല്ലേ? അത് അറിവിനായി ദൈവത്തിൻ്റെ ആത്മാവിനത്തിൽ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപയോഗിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതായാൽ അവന് അത് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്ന ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും. അതുകൊണ്ടാണ് 10-ാമത്തെ വാക്യത്തിൽ ദൈവമോ തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും
ആരായുന്നു. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ, ഒരു കൂട്ടിമുട്ടൽ. നമുക്കാണെങ്കിലും ഇലക്ട്രിസിറ്റി, ഈ ബൾബ് കത്തുന്നതിൻ്റെ കാര്യം എന്താണ്? ന്യൂട്രലും ഫേസും തമ്മിലൊന്ന് ടച്ച് ആകുമ്പോൾ ബൾബ് കത്തുന്നു എന്നതുപോലെ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ദൈവം എത്ര പ്ലാൻഡായിട്ട് ഇത് നമുക്ക്, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ നമുക്ക് എന്ത് നൽകിയിരിക്കും, നമുക്ക് അവന് അറിവ്, അല്ലെങ്കിൽ God has given us all the revelation that is needed for us. നമുക്ക് ആവശ്യമുള്ള വെളിപ്പാടുകളെ അവൻ നൽകിയിരിക്കുന്നു. അവൻ മാസ്റ്റർ പ്ലാൻ അവൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അവന് പ്രസാദം തോന്നി. That is one of the biggest spiritual gift God has given us. ആത്മാവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ, എൻ വാഴ്വിൻ ജീവജലം നീയേ. ആത്മാവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ, എൻ വാഴ്വിൻ ജീവജലം നീയേ. അന്ധകാരത്തിലിരുന്നു ഞാൻ അത്ഭുതമാർന്ന ഒളിയാലെ പരലോകത്തിൽ ചേർത്തു നീ പരിശുദ്ധ ദേവനെ. അന്ധകാരത്തിലിരുന്നു ഞാൻ അത്ഭുതമാർന്ന ഒളിയാലെ പരലോകത്തിൽ ചേർത്തു നീ പരിശുദ്ധ ദേവനെ. ആത്മാവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ, എൻ വാഴ്വിൻ ജീവജലം നീയേ. നിന്ദകൾ നീ സഹിച്ചതാൽ നന്ദിയോടെ എന്നുമേ നിൻ പാദങ്ങൾ പണിഞ്ഞു ഞാൻ നിനക്കായെന്നും ജീവിക്കും. നിന്ദകൾ നീ സഹിച്ചതാൽ നന്ദിയോടെ എന്നുമേ നിൻ പാദങ്ങൾ പണിഞ്ഞു ഞാൻ നിനക്കായെന്നും ജീവിക്കും. ആത്മാവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ, എൻ വാഴ്വിൻ ജീവജലം നീയേ. സ്നേഹത്തോടെ ഞാൻ ആരാധിക്കും, അമ്മയെപ്പോലെ നീ സ്നേഹിച്ചതാൽ നിൻ പാദങ്ങൾ ഞാൻ പിൻപറ്റിടും. പരമനേ നിന്നെ സ്തുതിച്ചിടും. സ്നേഹത്തോടെ ഞാൻ ആരാധിക്കും, അമ്മയെപ്പോലെ നീ സ്നേഹിച്ചതാൽ നിൻ പാദങ്ങൾ ഞാൻ പിൻപറ്റിടും. പരമനേ നിന്നെ സ്തുതിച്ചിടും. ആത്മാവായവനെ, എന്നുള്ളത്തിൽ ജീവനായവനെ, സത്യമായവനെ,
എൻ വാഴ്വിൻ ജീവജലം നീ.